ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കല്യാണി കല്യാണി എപ്പ ഞാൻ ഓണക്കോടി എടുത്ത് കൈ കൊടുത്താലും ദേ ഈ ഒരു ചോദ്യം ചോദിക്കും. ഞാൻ കരുതിയത് ഇത് സീരിയസ് ആയിട്ട് പറയുന്നതെന്നാ. ഒരു തവണ ഞാൻ എടുത്തില്ല. രാവിലെ മുതല് അമ്മാവന്റെ മുഖത്തൊരു കനം. പൂക്കളവിടാൻ വിളിച്ചാ വരില്ല. ഉച്ചയ്ക്ക് സദ്യക്ക് വിളിക്കുമ്പോ അങ്ങോട്ട് എവിടെയോ പോയി നിപ്പുണ്ട്. എന്നിട്ടിപ്പോ എന്താ, അന്ന് ഊണ് കഴിക്കുന്നതിന് മുമ്പ് അടച്ചു കിടന്നിരുന്ന കട ഞാൻ ആളെ വിളിപ്പിച്ച് തുറപ്പിച്ച് ഞാൻ ഓണക്കോടി എടുത്ത് കൈ കൊടുത്തു. ചോദിച്ചു നോക്ക്. അല്ല, അത് പിന്നെ എനിക്ക് പുതിയതായിട്ടൊന്നും ഉടുക്കയില്ലാഞ്ഞിട്ടൊന്നും അല്ല. ഇവന്റെ ഇന്ന് മേടിക്കുമ്പോ അതൊരു സന്തോഷമാ, അതുകൊണ്ടാ. ശരവണ, അയ്യ എനക്കാ? ഇനി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല സാർ, ഇത് ഹരിസാർ എനിക്ക് ഫസ്റ്റ് ടൈം എടുത്തു കൊടുത്തത്. നാളെ കാലയില് ഇത് പോട്ട് ഓണം ധൂൾ ധൂളായി കലക്ക പോറ സാർ. നിത്യമ്മ, നാളെ സദ്യക്ക് എന്നതെല്ലാം വാങ്ങണം. പച്ചക്കറിയോ മഞ്ഞക്കോടിയോ പൂവോ ഏതാവത് വാങ്ങണ ലിസ്റ്റ് കൊടുക്ക, ഞാൻ പോയി വരാം. അതൊക്കെ വാങ്ങാൻ ശരവണ. ഇനി നമുക്ക് ഓണത്തിലേക്ക് പോവാം. ആമാ, കല്യാണി കല്യാണി ഇടി നീ, ഞാൻ ഓണം ഉണ്ണാൻ വന്നതാ. മോളെ നീ ഒറ്റയ്ക്ക് വന്നിരിക്ക? ഇല്ല, അങ്ങോട്ട് നോക്ക്.
മോൾക്ക് ഒരേ നിർബന്ധം ഓണത്തിന് ഇങ്ങോട്ട് പോരണോന്ന്. അപ്പൊ പിന്നെ ഞങ്ങളും പോരാന്ന് കരുതി. അത് പിന്നെ എല്ലാരും കൂടി ഉള്ളതാണല്ലോ സന്തോഷം. അച്ഛാ, എന്താ നിത്യാമ്മേ, അച്ഛന് ഞാൻ വന്ന ഇഷ്ടായില്ലേ? മോളെ അച്ഛന് ഒരുപാട് ഇഷ്ടമല്ലേ? മോളോട് എന്തിനാ അച്ഛന് പിണക്കം? അച്ഛന് പിണക്കം അമ്മയുടെ മോളെ. നിത്യ, നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും നല്ലൊരു ദിവസം എല്ലാം മുടക്കാൻ ഞങ്ങൾ വന്നെന്ന്. വേറൊരു ദിവസമാണ് ഞങ്ങൾ വരുന്നെങ്കിൽ ഒറ്റ വാക്കില് ആട്ടിയിറക്കാൻ പറ്റും. ഓണത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കായിരുന്നു. ആന്റി, ഞങ്ങൾ വന്നത് തെറ്റായിപ്പോയി. ഞങ്ങൾ ഇറങ്ങിക്കോളാം. നിങ്ങൾ നിക്ക്. എന്തായാലും ഇങ്ങനൊരു മനസ്സ് തോന്നി നിങ്ങൾ വന്നതല്ലേ, അതും ഓണ ദിവസം. ഞാനൊന്ന് രാമകൃഷ്ണനോട് സംസാരിക്കട്ടെ. വീണ, മനസ്സറിഞ്ഞ് തന്നെയാണ് ഈ തിരുത്തലെങ്കിൽ അവരോട് ഞങ്ങൾ സംസാരിക്കാം. വാമേ. എന്താ ശരവണ, ഒരു പരിചയമില്ലാത്ത പോലെ? ഒന്നുമില്ല അമ്മ, நானு லைஃபை பற்றி தான் நினைச்சேன். இது எப்படி ஓடுதுன்னு யாருக்கும் தெரியாது. அம்மா, உங்களுக்கு இது கொஞ்சம் முன்னாடி தோணக்கூடாது. நீங்க இங்க இருந்து போயாலும் அப்பாவோட மனசுக்குள்ள அந்த வேதனை இருக்கு அம்மா. அது உங்களுக்கு புரியாது. ഗതികേടിന്റെ ഇടയില ഒരു ഓണം ആഘോഷിക്കാൻ കിട്ടുന്നത് അതൊന്നും ഇല്ലാണ്ടാക്കി. മോള് വന്നത് സന്തോഷമുള്ള കാര്യ. പക്ഷേ തിരിച്ചു പോകാൻ പറ. ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റിയല്ലാന്ന് പറ. രാമകൃഷ്ണേട്ടാ, ആ നിത്യമോളെ അവരോട് ഇവിടെ നിൽക്കില്ലെന്ന് പറ. അല്ല രാമകൃഷ്ണേട്ടാ, ഞാനൊന്ന് പറ. ഓണമാണ്, അവരായിട്ട് ഇങ്ങോട്ട് കയറി വന്നതാണ്, പുറത്താക്കി വിടരുത്, അതല്ലേ പറയാൻ വരുന്നത് സുജാത. എനിക്ക് കേൾക്കണ്ട. അത് തന്നെയാണ് രാമകൃഷ്ണേട്ടാ. നമ്മൾ വളർത്തി വലുതാക്കിയ മക്കള് എത്ര ചീത്തയാണെങ്കിലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് വേണ്ടി പിടച്ചുകൊണ്ടേയിരിക്കില്ലേ? വീണ നമ്മളെ ദ്രോഹിച്ചിട്ടുണ്ട്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുമുണ്ട്. പക്ഷെ തനിച്ചിരിക്കുമ്പോ ഉറങ്ങാൻ കിടക്കും മുൻപ് രാമകൃഷ്ണേട്ടൻ അവളെ ആലോചിക്കില്ല എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ഓർക്കില്ലേ പിന്നെ? ഞാൻ സത്യസന്ധമായിട്ട് സ്നേഹിച്ചതല്ലേ, മാന്യമായിട്ട് വളർത്തിയതല്ലേ. മധുര നൊമ്പരക്കാറ്റ്